ഉത്രാട ദിനത്തിൽ ഉപ്പേരി കച്ചവടം പൊടിപൊടിക്കുകയാണ്. നേന്ത്രക്കായുടെ ലഭ്യത കുറഞ്ഞതോടെ ഉപ്പേരിക്ക് വില ഉയർന്നെങ്കിലും കച്ചവടത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പേരികൾക്കാണ് ഡിമാൻഡ് കൂടുതലെന്നും വ്യാപാരികൾ. ഓണം അടുത്തതോടെ ഏത്തക്കായുടെ വില ഉയർന്നു. ഇതിന്റെ പ്രതിഫലനം ഉപ്പേരി വിപണിയിലും. ഏത്തക്ക വില വർദ്ധിച്ചതോടെ ഉപ്പേരിക്ക് വില കൂട്ടേണ്ടി വന്നതായി വ്യാപാരികൾ പറയുന്നു. വില കൂടിയെങ്കിലും ഉപ്പേരിയുടെ വിൽപ്പനയിൽ കാര്യമായ കുറവില്ല. ഏറ്റവും പ്രശ്നമായി വന്നിരിക്കുന്നത് മെയിനായിട്ട് മഴയുടെ ഇത് കാരണം നാടൻ ഏത്തക്ക ഓൾറെഡി ഇല്ല. പിന്നെ വയനാടായിരുന്നു ഉണ്ടായിരുന്നത്, അത് തീരുകയും ചെയ്തു. പിന്നെ മേട്ടുപ്പാളയാണ് ഇപ്പൊ നമ്മൾ ആശ്രയിക്കുന്നത്. മേട്ടുപ്പാളം കായ്ക്ക് ചിപ്സിന് നല്ല കളറും കിട്ടും, നല്ല വലുപ്പമുള്ള ചിപ്സും കിട്ടും. പക്ഷെ അതുകൊണ്ട് ഏത്തക്കാരുടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ വില താന്നാലും ഈ പ്രാവശ്യം 30-35 രൂപ കിലോ പിന്നെയും ഓണ സീസൺ ആയപ്പോൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നേരിയൊരു വ്യത്യാസം ചിപ്സിന്റെ വിലയ്ക്കും ഇത് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വില കുറച്ച് കിട്ടുകയും ചെയ്തതിനെ നമുക്ക് ചിപ്സിന് വില കുറയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ട് മഴയും ഒക്കെ വന്നുകൊണ്ട് കായകൾ ഒത്തിരി നശിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് കായയുടെ ഷോർട്ടേജ് വന്നത്. ഓണസദ്യക്കായി ഉപഭോക്താക്കൾ ഉപ്പേരി വാങ്ങാൻ എത്തുന്നുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉപ്പേരി തയ്യാറാക്കുന്നത്. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ഇപ്പൊ 500 മുതൽ 600 വരെയാണ്. പക്ഷെ ഞങ്ങളിവിടെ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പം സാധാരണക്കാരും വില കുറച്ചാണ് കൊടുക്കുന്നത്. 1 കിലോയിൽ 40 രൂപ വ്യത്യാസമുണ്ട്. പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ വറക്കുന്നത്. ഡെയിലി എണ്ണ ചേഞ്ച് ചെയ്യും. നല്ല കായ എടുക്കുമ്പോൾ നമുക്ക് നല്ല ചിപ്സ് നല്ല കളറിൽ കൊടുക്കാൻ പറ്റും. ക്വാളിറ്റി വ്യത്യാസവും പിന്നെ എണ്ണ ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. എണ്ണ ഡെയിലി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ടേസ്റ്റും. ഓണവിപണി സജീവമായതോടെ വരും ദിവസങ്ങളിലും ഉപ്പേരിയുടെ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഇടുക്കി വിഷൻ.